ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഏഗൻ ലേണിംഗ്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട SL മിസ് ഉണ്ട്, കൂടാതെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സാധാരണ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് വരാറുള്ളൂ. ഈ നിങ്ങൾ രണ്ടു പേരുണ്ട്, എന്താ മിസ് നമ്മൾ രണ്ടാൾ വരാനുള്ള കാരണം അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മക്കളിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവർ വിചാരിക്കും എന്തായിരിക്കും ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. സോ നമ്മൾ പറയാൻ പോകുന്ന കാര്യമാണ് സയൻസിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താണ് ഈ സയൻസിനെ കുറിച്ച് ഇത്രമാത്രം പഠിക്കാനുള്ളത്? കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ടേണിംഗ് പോയിന്റ്സ് വരാനുള്ള ഒരു സമയമാണ് ഇനി മുന്നോട്ടേക്ക് വരാനുള്ളത്. 9th എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയാ കട്ടിയായിട്ട് ടഫായിട്ട് അവർക്ക് പഠിക്കാനുണ്ടെന്നൊക്കെ അവർക്കറിയാം. അതെല്ലാം എന്താണ് തരണം ചെയ്ത് നമ്മുടെ മക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്കാണ് മക്കളുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. 10th പബ്ലിക് എക്സാം ആണ്. ഈ ഒരു കടമ്പയാണ് അവർക്ക്. ഇപ്പോഴേ 10th പബ്ലിക് എക്സാം പറയുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. 9th നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതൊരു കോൺഫിഡൻസ് ആണല്ലോ. കാരണം 9th എക്സാമിനേഷൻ നമ്മൾ നന്നായിട്ട് എഴുതുന്നു, നല്ല മാർക്ക് വാങ്ങുന്നു, ആ ഒരു കോൺഫിഡൻസോട് കൂടി നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു, 10th പോകുമ്പോൾ അപ്പോഴാണ് എന്തായിട്ട് മാറുക, 10th വളരെ ഈസി ആയിട്ട് മാറാം. മിസ് പറഞ്ഞ പല ആളുകളും പറയാറുണ്ട് 9th വെച്ച് നോക്കുമ്പോൾ ഈസിയാണ്. അത് എപ്പോഴാണ് 9th കട്ടിയാകുന്നത്, നിങ്ങൾ പഠിക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് അല്ലേ. പക്ഷെ അതേ സമയത്ത് 9th നന്നായിട്ട് പഠിച്ച് 10th പോകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് മാറും. അവർക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഏകന്റെ ടീം തന്നെ എന്തുണ്ട്, അവരെ കൂടെ സപ്പോർട്ട് ആയിട്ടുണ്ട്. എല്ലാ വേണ്ട കാര്യങ്ങളും നമ്മൾ സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ 9th കറക്റ്റ് ആയിട്ട്, അത് സയൻസിനല്ല കേട്ടോ, എല്ലാ സബ്ജക്റ്റും 9th നിങ്ങൾ സെറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 10th എത്തുമ്പോൾ 10th സ്റ്റാൻഡേർഡ് വിൽ ബി ഈസി. 10th നമുക്ക് പബ്ലിക് എക്സാം ഉള്ളത്. 10th ഈ റിസൾട്ട്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 സബ്ജക്റ്റുകളുമാണ് നമ്മൾ സാധാരണയായിട്ട് സയൻസ് എന്ന് പ്രതിപാദപ്പെടുത്താറുള്ളത്. ഇതിന്റെ റിസൾട്ട് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങൾ +1 പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആയിട്ടും ചൂസ് ചെയ്യാൻ പോകുന്ന മിക്കവാറും ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്ന കോഴ്സുകളൊക്കെ ആയിരിക്കും. മെജോറിറ്റി സ്റ്റുഡൻസിനും ഇഷ്ടം സയൻസ് സെലക്ട് ചെയ്യാനാണ്. പ്രശ്നവും ഫിസിക്സ് +1 എങ്ങനെയായിരിക്കും, കെമിസ്ട്രി എങ്ങനെയായിരിക്കും, ബയോളജി എങ്ങനെയായിരിക്കും, ആ ഒരു ടെൻഷൻ കൊണ്ടും അവർ കുറച്ചൊന്ന് പുറകോട്ട് വലിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പുറകോട്ടേക്ക് വലിയരുത്. അതെ, പറഞ്ഞോളൂ. പക്ഷെ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് 9th നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 10th മാത്രമല്ല നിങ്ങൾക്ക് സിമ്പിൾ ആവാൻ പോകുന്നത്, +1ഉം +2ഉം കൂടിയാണ്. ഈ പറയുന്ന സയൻസ് സബ്ജക്റ്റുകളിൽ പലതും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ +1ലും +2ലും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്കൊന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കാം. മക്കളെ, 9th നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നിങ്ങൾ +1 പഠിക്കുക. എന്താണോ 10th പഠിക്കുന്നത് അതിന്റെ ബാക്കിയാണ് ഇവിടെ +2. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുകയാണ്, 9th നന്നായിട്ട് പഠിക്കണം. അങ്ങനെ നിങ്ങൾ 10 കഴിഞ്ഞ് +1 പോകുന്ന സമയത്ത് നിങ്ങൾ പണ്ട് പഠിച്ച ഈ കാര്യങ്ങളൊക്കെ +1 അവർക്ക് തോന്നും. കണ്ടിന്യൂഷൻ, ഓ ഇങ്ങനെയായിരുന്നു അല്ലേ, ഇതൊക്കെയായിരുന്നു ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത്, മനസ്സിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് സയൻസ് സബ്ജക്ട് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച് മുന്നേറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആഗ്രഹമായിട്ട് മാത്രമല്ല 9th നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൈൻ ചെയ്യാൻ സാധിക്കും അല്ലേ. ഇത് പറയാനുള്ള കാരണം എന്നറിയാവോ, പല കുട്ടികളും എന്താ ചെയ്യാന്നറിയോ, എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടി ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കണം. അതിന്റെ ഫുൾ സപ്പോർട്ടുമായിട്ട് ഏകന്റെ ടീം ഉണ്ട്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഒരു കാര്യം പറയാനുണ്ട് അല്ലേ, ഇന്ന് നമുക്കൊരു ലൈവ് ഉണ്ട് കൃത്യം 7:30. അത് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വരുന്ന ഒരു ആദ്യമായിട്ടായിരിക്കും ഒരു കോംബോ ലൈവ് വരാൻ പോകുന്നത്, സയൻസ് മാത്രമായി. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, 3 സബ്ജക്റ്റിലും ഒന്നിച്ചു വരാൻ പോവാണ് നമ്മുടെ മക്കളിലേക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈവ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. 9th എങ്ങനെ രസകരമായിട്ട് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്, ഓരോരോ കൺസെപ്റ്റ് നമ്മൾ എത്തിക്കുന്നത്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് 9th നല്ല മാർക്ക് വാങ്ങി പോകേണ്ട ഇമ്പോർട്ടന്റ് ആയ കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് സയൻസിൽ. അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം 10th കഴിയുമ്പോൾ, കാരണം എന്താ വെച്ചാൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ട് അല്ലെ. ഒരുപാട് നമുക്ക് എന്താ പറയാ വെറൈറ്റി ഓഫ് ബ്രാഞ്ചസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ബ്രാഞ്ചിലേക്ക് പോകണം ഇങ്ങനെ പറയാൻ പറ്റുന്നു മിസ്. അതിലേക്ക് ഞാൻ പോയിന്റ് ഇട്ടുന്നത്, നമ്മൾ സയൻസ് പഠിച്ചാൽ നമുക്ക് വേറെ ബ്രാഞ്ച് ഉണ്ടോ, കൊമേഴ്സ് ബ്രാഞ്ച്, ഇക്കണോമിക്സ് ബ്രാഞ്ച്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ വേറൊരു ബ്രാഞ്ച്, ഇപ്പോൾ കൊമേഴ്സോ അതേപോലെ എക്കണോമിക്സോ ആണ് പഠിച്ചു വരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
തിരിച്ച് സയൻസിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷെ സയൻസ് ത്രൂ നമുക്ക് എല്ലായിടത്തെയും, അതായത് സയൻസ് പഠിച്ച വഴി വളരെ ബ്രോഡ് ആയിരിക്കും. ഒരുപാട് എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റി പോലും നിങ്ങളുടെ ടെൻഷൻ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേടി കാരണം ഇല്ലാതെ ആവരുത് എന്നുള്ളതുകൊണ്ടാണ് സയൻസ്, അതായത് ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ബയോളജി ആവട്ടെ, അത് നിങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫാക്കൽറ്റീസ് എല്ലാവരും ഇവിടെ ഉള്ളത്. സോ ഞങ്ങൾ കൂടെ ഉണ്ടാവും, നിങ്ങൾ കൂടെ നിന്നാൽ മാത്രം മതി. ഫുൾ സപ്പോർട്ടുമായി ഞങ്ങൾ എല്ലാവരും ഉണ്ട്. സോ ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 ലൈവിലേക്ക് എല്ലാവരും വരണം. നമ്മൾ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് വരാൻ പോകുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ലൈവിൽ കാണാം. ബൈ.